സാമാന്യ മര്യാദകളില്ലാതെ ചർച്ചയിൽ പങ്കെടുക്കരുത്. അത് മേയർ അല്ല, ഇനി ഏത് പൊന്നുതമ്പുരാനായാലും ഇത്തരം ചർച്ചകളിൽ സാമാന്യ മര്യാദ പാലിക്കണം, ഏത് മേയറായാലും. ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നു. ഒരു ബോർഡെങ്കിലും ഒരു ഓഫീസ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവിടെ നമ്മൾ പ്രവർത്തിപ്പിക്കുന്നത്. ഇപ്പൊ നഗരസഭ, തിരുവനന്തപുരം നഗരസഭ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നഗരസഭയാണ് എന്നൊരു ബോർഡ് എഴുതി വെച്ചില്ല എങ്കിൽ ഇങ്ങനൊരു കെട്ടിടം കൊണ്ടൊരു ഉപയോഗം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ തിരുവനന്തപുരം നഗരത്തിൽ ഒരുപാട് ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് എല്ലാ ഓഫീസിന്റെയും ചരിത്രം പരിശോധിക്കണം. AKG സെന്റർ CPM-ന്റെ പാർട്ടി ഓഫീസാ. അതിന് പാർട്ടി ഓഫീസിന്റെ ബോർഡ് എന്താ വെക്കാത്തത്? AK ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴേക്കും പഠന ഗവേഷണത്തിന് കൊടുത്ത സ്ഥാപനമാണത്. അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് എന്ന ബോർഡ് വയ്ക്കാനുള്ള തന്റെ ഇടം അവർക്കില്ല. നമസ്കാരം. കഴിഞ്ഞ ജൂൺ മാസം 30 അർദ്ധരാത്രി AKG സെന്റർ ആക്രമിക്കപ്പെടുന്നു. 57ാം നാൾ CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസും ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. ശ്രീ ആര്യ രാജേന്ദ്രൻ, എന്തുകൊണ്ടാണ് RSS BJP എന്ന് CPM ആരോപിക്കുന്നത്? 1.5 വർഷക്കാലമായി തിരുവനന്തപുരം നഗരസഭ നടത്തുന്ന വികസന ജനക്ഷേമ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് BJP നിരന്തരമായിട്ടുള്ള പ്രകോപനങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യമാണ്. കൗൺസിൽ യോഗത്തിനകത്തടക്കം അത്തരം പ്രശ്നങ്ങളാണ് നാം നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ തുടർന്നുകൊണ്ട് തന്നെ ഇന്നലെ LDF-ന്റെ ഒരു പൊളിറ്റിക്കൽ വേദിയാണ് നാം ഓർക്കേണ്ടത്, ഒരു ഔദ്യോഗിക പരിപാടിയല്ല. LDF-ന്റെ ഒരു പൊളിറ്റിക്കൽ വേദിയായിട്ടുള്ള വികസന മുന്നേറ്റ ജാഥ വഞ്ചൂർ വാർഡിൽ സ്വീകരണ പരിപാടികൾ നടന്ന് ആ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ വാർഡ് കൗൺസിലർ ആയിട്ടുള്ള ശ്രീമതി ഗായത്രി ബാബുവിനെ ആക്രമിക്കുന്ന തരത്തിലേക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് രാത്രി 2 മണിയോടുകൂടി, വെളുപ്പിന് 2 മണിയോടുകൂടി നമ്മുടെ പാർട്ടിയുടെ CPM-ന്റെ ഓഫീസ് ആക്രമിക്കുക എന്നത് ഒരു തുടർച്ചയായ സംഭവം എന്ന് ഏതൊരു ആൾക്കും മനസ്സിലാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ഇന്ന് അതിന്റെ പാർട്ടി ഓഫീസുകൾ കേന്ദ്രീകരിച്ച് മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അക്രമം അഴിച്ചുവിട്ടപ്പോൾ അതിൽ നമ്മുടെ പ്രവർത്തകർ, ആ പാർട്ടിയുടെ പ്രവർത്തകർ സമാധാനം പാലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ CPM എന്ന പ്രസ്ഥാനമാണ്. അത് നേരത്തെ AKG സെന്ററുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിലും ഇന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിട്ടുള്ള അക്രമത്തിലും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന നേതൃത്വവും ആവർത്തിച്ച് നമ്മുടെ സഖാക്കളോട് സൂചിപ്പിച്ചത് എല്ലായിടത്തും പ്രതിഷേധ ധർണകൾ നടത്താം, പക്ഷേ ഒരു തരത്തിലേക്കുമുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകരുത്. ജനങ്ങളെ ഭയത്തിൽ കൊണ്ടുപോകാൻ നമ്മൾ തയ്യാറല്ല, ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കാൻ നമ്മൾ ആരും തയ്യാറാകില്ല എന്ന് പറഞ്ഞ പാർട്ടി ആണ് CPM എന്ന. വീട് വരെ എത്തിക്കണേ. ഒരു ബോർഡെങ്കിലും ഒരു ഓഫീസ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവിടെ നമ്മൾ പ്രവർത്തിപ്പിക്കുന്നത്. അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല, നഗരസഭ, തിരുവനന്തപുരം നഗരസഭ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നഗരസഭയാണ് എന്നൊരു ബോർഡ് എഴുതി വെച്ചില്ല എങ്കിൽ ഇങ്ങനൊരു കെട്ടിടം കൊണ്ടൊരു ഉപയോഗം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? കൊണ്ടുപോയി ഉപ്പിലിട്ട് വെക്കുക. ശ്രീ VV രാജേഷ്, ഇവിടെ തിരുവനന്തപുരം നഗരത്തിൽ ഒരുപാട് ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് എല്ലാ ഓഫീസിന്റെയും ചരിത്രം പരിശോധിക്കണം. AKG സെന്റർ CPM-ന്റെ പാർട്ടി ഓഫീസാ. അതിന് പാർട്ടി ഓഫീസിന്റെ ബോർഡ് എന്താ വെക്കാത്തത്? AK ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴേക്കും പഠന ഗവേഷണത്തിന് കൊടുത്ത സ്ഥാപനമാണത്. അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് എന്ന ബോർഡ് വയ്ക്കാനുള്ള തന്റെ ഇടം അവർക്കില്ല. പക്ഷേ ഇവിടുത്തെ നഗരസഭ ഇത്രയും കാലം നടപടിയെടുത്തോ? ഇത്രയും കാലം തീരുമാനിച്ചോ? ഇത്രയും കാലം എന്തെങ്കിലും ആക്ഷൻ എടുത്തോ? എന്താ ഉറക്കം വരുന്നു. ഇനി വേറൊരു കാര്യം, എന്തോ പരാമർശം, അത് എത്രയോ വർഷം കൊണ്ട് മാധ്യമ ചർച്ചകളിലും പ്രസംഗത്തിലും ഒക്കെ പ്രസംഗിയൊക്കെ ചെയ്യുന്ന ആളാണ് ഞാൻ. വ്യക്തമായിട്ട് ഉത്തമ ബോധ്യത്തോടെയാണ് പരാമർശങ്ങൾ നടത്തുന്നത്. ഞാനിന്ന് രാവിലെയും പത്രസമ്മേളനം നടത്തുന്നത് ഞാനൊരു സിസ്റ്റത്തിന്റെ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടില്ല, ഒരു പോസ്റ്റിലിരിക്കുന്ന ആൾക്കാരുടെ പേര് പറഞ്ഞില്ല, ആ പോസ്റ്റിന്റെ പേര് പറഞ്ഞിട്ടില്ല. ഒരു സിസ്റ്റത്തിന്റെ പക്വത ഇല്ലായ്മ തുറന്നു കാട്ടാൻ വേണ്ടി ഞാൻ സംസാരിച്ച് പത്രസമ്മേളനം നടത്തി. അത് പൊതുസമൂഹത്തിൽ ലഭ്യമാണ്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള പക്വത. അപ്പോൾ എന്തിനാണ് അച്ഛൻ പത്തായത്തിലില്ല അത് പറഞ്ഞത്? എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്, ഞങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ്. എന്തിനാണ് എന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്? ഞാനൊരു സിസ്റ്റത്തിന്റെ പക്വതയില്ലായ്മ, കഴിവില്ലായ്മ, ആ കഴിവില്ലായ്മ കൊണ്ട് ലക്ഷക്കണക്കിന് ജനങ്ങൾ ജീവിക്കുന്ന ഒരു നഗരം വീർപ്പ് മുട്ടുന്ന ഒരു അവസ്ഥ, ആ സാഹചര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടിയുള്ള വാക്കുകൾ ഞാൻ ഉപയോഗിക്കും. അല്ലാതെ വിജയരാഘവൻ രമ്യ ഹരിദാസിനെ കുറിച്ച് പറഞ്ഞതുപോലെയുള്ള തോന്നിയാസങ്ങളാണ് ഞാൻ പറയുന്നത്. മേയർ പരസ്യമായി പറയുന്നു, തന്നോടൊപ്പമുള്ള ഭരണപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വനിതാ കൗൺസിലറെ പരസ്യമായി കടന്നു പിടിച്ച് അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറി BJP-ക്കാർ അഥവാ ABVP-ക്കാർ എന്ന് പരസ്യമായി പറയുന്നു. അത് ശരിയാ. അതിന്റെ പേരിൽ അതേ കൗൺസിലർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു എന്ന് മേയർ തന്നെ പറയുന്നു. ഭരണകക്ഷിയുടെ ഭാഗമാണെന്ന കാര്യം മറക്കരുത്. എന്നിട്ട് മേയർ പറയുന്നു പോലീസ് അവരെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു എന്ന് പറയുന്നു. എന്നിട്ട് മേയർ തുടർന്ന് പറയുന്നു BJP-യുടെ ജില്ലാ പ്രസിഡന്റ് അവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് അതിക്രമിച്ച് കടന്ന് അസഭ്യവർഷം ചൊരിഞ്ഞ് അവരെ പിടിച്ചിറക്കി കൊണ്ടുപോയി എന്ന് മേയർ പറയുന്നു. മേയർ ആരാണ്? CPM-ന്റെ നേതാവാണ്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ.
കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഇവിടെ ആരാണ് ഭരിക്കുന്നത്? CPM ആണ് ഭരിക്കുന്നത്. ഇവിടെ ആരാണ് മുഖ്യമന്ത്രി? ഇവിടെ പിണറായി വിജയനാണ് മുഖ്യമന്ത്രി. അപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ തിരുവനന്തപുരത്തെ ഒരു വനിതാ കൗൺസിലറെ അവരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ ABVP-ക്കാർ കടന്നാക്രമിച്ചു എന്ന് അവർ തന്നെ അവകാശപ്പെടുമ്പോൾ അവരുടെ പോലീസ് തന്നെ കസ്റ്റഡിയിലെടുത്ത് വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി എന്ന് അവർ തന്നെ അവകാശപ്പെടുമ്പോൾ അവിടെ BJP-യുടെ ജില്ലാ പ്രസിഡന്റ് കടന്നു കയറി നിയമവിരുദ്ധമായി അവരെ മോചിപ്പിച്ചു എന്ന് പറയുന്നത് CPM-ന്റെ നേതാവ്, DYFI-യുടെ നേതാവ്, നമ്മുടെ തിരുവനന്തപുരത്തിന്റെ മേയറാണ്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.